നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ഹിമാചൽ പ്രദേശിൽ കാലവർഷക്കെടുതി രൂക്ഷമാകുന്നു. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ബിയാസ് നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കുളുവിൽ ഇന്ന് രാവിലെ ഒരു കെട്ടിടം തകർന്നു വീണ് പാർവതി നദിയിൽ ഒഴുകിപ്പോയി. കൂടാതെ ഷിംല ജില്ലയിലെ രാംപൂർ പ്രദേശത്ത് മേഘവിസ്ഫോടനം ഉണ്ടാവുകയും 53 പേരെ കാണാതാവുകയും ചെയ്തു. ഇതിനോടകം തന്നെ 20-ലധികം വീടുകൾ നശിക്കുകയും നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു. കാലവർഷക്കെടുതികൾ അരങ്ങേറുന്ന പ്രദേശങ്ങളിൽ SDRF ടീമുകളുടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുളു, മാണ്ഡി ജില്ലകളിലും മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ കിന്നൌർ, ലാഹൌൾ, സ്പിതി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആഗസ്റ്റ് 6 വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 27 മുതൽ കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 124 പേരാണ് മരിച്ചത്. കാൻഗ്ര ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചിരിക്കുന്നത്.